ദൈവമേ തിന്നാൻ കിട്ടിയത് നോക്കാലോ, നമുക്ക് പരീക്ഷിക്കാം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പപ്പായ ചലഞ്ചാട്ടാ. അപ്പൊ നമ്മുടെ കാർന്നവര് ഒരു 10-75 വയസ്സായി ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള മണിയേട്ടനാണ് ഇവിടെ വന്നേക്കണേ. അപ്പൊ ആൾക്ക് ചിരിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ആള് കുറച്ച് ഐഡിയ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട പപ്പായ നല്ല പഴുത്ത് വെക്കണ പപ്പായ കേട്ടോ. ഇത് കണ്ട താഴെ ചാല, അപ്പൊ ചാലിലേക്ക് വീഴാണ്ട് ഇത് പറിച്ചെടുക്കണം. അപ്പൊ അതിനുള്ള ചലഞ്ചാണ് കേട്ടോ. അതിന് നമ്മൾ മണിയേട്ടനെയാണ് കൊണ്ടുവന്നേക്കണേ. ഇത് കണ്ട ഞങ്ങളുടെ മണിയേട്ടൻ കണ്ട ഭയങ്കര ബുദ്ധിയാന്ന് പറയുന്ന ആൾക്കാർ. നമുക്ക് നോക്കാം എന്തായാലും ആളെങ്ങനെ ഇത് പറിക്കാൻ വേണം. മണിയേട്ടാ ഇത് താഴെ വീഴാണ്ട് പറിക്കി. എന്താ ഐഡിയ? അതെങ്ങനെയാ പറ്റണേ? നിങ്ങക്ക് ഇത്രയും എങ്ങനെ ഇതിപ്പോ കേറാൻ പറ്റില്ല? പിടിക്കോ എങ്ങനെ? ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ കുത്തി കഴിഞ്ഞാൽ അത് ഓട്ടയിൽ പോകും. ഓട്ടയാവുന്ന് പിടിക്ക്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല, അവിടെ വെക്കണം. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ മണിയേട്ട കുത്ത്, ഞാൻ അവിടെ നിൽക്കാം. ഓട്ടയെ പറ്റില്ല. ഓട്ടയെ കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണല്ലേ? ഈ സാധനം നല്ല സൂപ്പർ പപ്പയ കണ്ട, പഴുത്ത് നല്ല അടിപൊളിയായിട്ട് കാണിച്ച കുഞ്ഞാ കണ്ട. കുത്തി കഴിഞ്ഞാൽ പോവും. ഏത് മെല്ല പോയി അത് താഴെ പോയി പ്ലിങ്ങുന്നോ. ഏത് അത് കംപ്ലീറ്റ് ഓട്ടയിൽ പോവും. ഞാൻ ബലം പിടിച്ചില്ല, ഞാൻ മെല്ലെ കുത്തിയക്കണ്ട. ഇങ്ങനെ മെല്ലെ കുത്തിയ അത് എങ്ങനെ കുത്തിയാലും കണ്ട ഇപ്പൊ എന്നെ താഴെ പോയേനെ. ഇത് ഞാൻ തന്നെ താഴെ പോവാൻ നിൽക്കുന്നത്. ഇവിടെ ഒക്കെ കണ്ട, ഇവിടെ നിക്കാൻ പറ്റില്ല. ഇത് കുത്തി സൈഡിലേക്ക് പോയി ഞാൻ ചാലിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ പറക്കാണ്ടിരുന്ന ശരിയാവില്ല. അതെ വീഡിയോ ഒക്കെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ എങ്ങനെ പറിച്ചെടുക്കും? അത് പറ്റില്ല. എന്തായാലും പറിക്കണം. ഞാൻ പതുക്കെ കുത്താം. പിടിക്കോ? ഓട്ടയെ പറ്റില്ല. ഓട്ടയെ കഴിഞ്ഞാൽ തിന്നാൻ പറ്റൂത്. ഇത് നിങ്ങളുടെ ചാല കൊണ്ട് കുത്തിയ തോട്ടിയത് ഫുള്ള് അഴുക്കാ. കണ്ട കറ കണ്ടത് ശരിയാവില്ല. അത് ശരിയാവില്ല. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണല്ല. അല്ല ഇത് നോക്കി കഴിഞ്ഞാൽ കിളി കുത്തും. അവിടെ നിന്ന് അങ്ങനെ ശരിയാ. ആ ശരി. അപ്പൊ തിന്നണ്ടത് അങ്ങനെ ശരിയാവണേ. അത് പറ്റില്ല. കളയാണ്ട് പൊട്ടിക്കണം. പറ്റില്ല, രണ്ടും വിടാൻ പറ്റില്ല. എന്താ ചെയ്യാ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാൻ നമ്മ കേറാം, കേറിട്ട് കുളിക്കാം. മഴയായിട്ട് താഴ്ത്ത് പിടിക്കും. അതും പറ്റില്ല. കയറി കഴിഞ്ഞാൽ തൊടിയും. കയറാൻ പറ്റിയ സ്ഥലമല്ല. അതായത് ഇങ്ങോട്ട് നീങ്ങിട്ട് കയറാം. അവ ഒട്ടും കയറാൻ പറ്റില്ല. ഒട്ടും കയറാൻ പറ്റില്ല. അപ്പൊ പെട്ടു, പണി പാളി. അപ്പൊ ഇനിയിപ്പോ എന്നിട്ട് ചെയ്യാ? പ്ലാസ്റ്റിക് കവറിൽ പിടിച്ച് വീഴ്ത്താൻ പറ്റുമോ? അതും നടക്കില്ല. ഇനിയിപ്പോ എന്നിട്ട് ചെയ്യാ? അത് നിക്കാൻ പറ്റില്ല, കിളി കൊത്തി പോവും. ഞാൻ ഒരു ഐഡിയ നോക്കട്ടെ. നിക്കട്ടാ, ഞാൻ സാധനം എടുത്തിട്ട് വരാം. തോട്ടി എങ്ങനെയുണ്ട്? അത് ചിലപ്പോ നടക്കോ? അതിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ തള്ളിയത് ബുദ്ധി ഉണ്ട്. നല്ല ഐഡിയ. കാറ്റിപ്പൂല കൈ അടിയിലുണ്ടാവല്ലോ അല്ലേ? അതിന്റെ അടിയില് നോക്കട്ടെ. അത് ശരിയാവും. നടക്കും, നോട്ടെ. എന്താ ഈ പപ്പായ താഴെ വീഴാണ്ട് PVC പൈപ്പ് വെച്ച് പൊട്ടിക്കാൻ പോവാട്ടാ. വേണ്ട, അത് വെക്കണ്ട. കൈ ഇങ്ങനെ പിടിച്ചാൽ മതി. കൈ പിടിച്ചാ ഭയങ്കര സ്ട്രോങ് ആവില്ലേ? വന്ന് വീഴുമ്പോ എന്തെങ്കിലും തടസ്സം കിട്ടണ്ടേ? എന്റെ അമ്മോ, ഒരു പപ്പായ പറിക്കാൻ പറഞ്ഞ പാടില്ലേ? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? കിട്ടോ? എത്തും അങ്ങോട്ട്? ദൈവമേ, എത്തുവോ? നോട്ടെ, താഴെ പോവാ. ഇതിപ്പോ എവിടേക്കാ പോവാ? അത് കണ്ടില്ലേ? അടിപൊളി. കണ്ടില്ലേ? ഇത് കണ്ട പപ്പായ പോന്ന് കണ്ട? അടുത്ത് കാണിച്ചു കൊടുത്ത്, ആ പപ്പായ കാണിച്ചു കൊടുത്ത്, വീഡിയോയില് കാണിച്ചു കൊടുത്ത്. അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്, കാണണ്ടത്. അല്ല കണ്ട, സൂപ്പർ സാധനം. ഒന്നും പറ്റിയിട്ടില്ല. പിടിക്ക്. അടുത്ത് പറയട്ടെ കേട്ടാ. പപ്പായ പൊട്ടിക്കണ ഐഡിയ ഇനി ആരും കിട്ടിയില്ല എന്ന് പറയരുത്. അടുത്ത് കാര്യമില്ല, ശോഷിച്ചതാ. നല്ലതാവണല്ലോ, തിരിച്ചാ മതി. പിടിക്കടുത്ത് അടുത്ത് കണ്ട, സൂപ്പർ സാധനം അല്ലേ? അത് കുഴപ്പമില്ല, ചെത്തി കളയാം. അത് അടികളി കൊത്തിയതാ, അതും കുഴപ്പമില്ല. എടുത്തേക്ക്. ഇല്ല, കഴിഞ്ഞു. 2 ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. അപ്പോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നമ്മുടെ പപ്പായ ചലഞ്ച് നല്ല ഭയങ്കര ബുദ്ധിയായിട്ട് നമ്മള് ക്ലിയർ ആക്കി. എങ്ങനെയുണ്ട് മഴേട്ട ബുദ്ധി? ബുദ്ധി പറയും എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ബുദ്ധിയായി അല്ലേ? ഇനിയിപ്പോ 4 ആൾക്ക് കാണിച്ചു കൊടുക്കാം. അത് പൊട്ടിയുടെ കാണിച്ചു നോക്കണം അല്ലേ? അടിപൊളി. അയ്യോ എന്നാലും അല്ലേ എന്താ ചെയ്യ, ഇതാരും ചെയ്തിണ്ടാവില്ല. ബുദ്ധിയിട്ടേ ഞാൻ PG സ്കൂളിൽ പഠിക്കാൻ പോയപ്പോ കിട്ടിയതാ. തട്ടിപ്പോലെ മുതല അയ്യോ സ്റ്റോപ്പ് ചെയ്തോ.